ഹലോ ഗൈസ്, വാട്സ്ആപ്പ്, വെൽക്കം ടു അനദർ വീഡിയോ ബൈ ബൈസേ. അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഇന്നലെ റിലീസായ ലിൽപ്പയൻ്റെ പൊന്നും കട്ട. അസ്വിനാണ് ബീറ്റ്. ബ്രോ, ഐ തിങ്ക് അസ്വിന് മറ്റേ വൺ പീസിലെ ഗിയർ 5 ഉണ്ടല്ലോ, ദിസ് ഈസ് മൈ പീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ പറഞ്ഞിട്ടുള്ള സീൻ ഉണ്ടല്ലോ, വന്ന വഴി മറന്നു, പല കഥ പറഞ്ഞു, വിധി തല തിരിഞ്ഞു, എന്റെ വരവറിഞ്ഞു, നിന്റെ ചല കഴിഞ്ഞു, സ്ഥലം ശരിയല്ലെന്നു, മാറി ഒതുങ്ങി നിന്നു. വന്ന വഴി മറന്നു, പല കഥ പറഞ്ഞു, വിധി തല തിരിഞ്ഞു, എന്റെ വരവറിഞ്ഞു. അസ്വിൻ്റെ മാക്സിമം സാധനങ്ങൾ അസ്വിൻ ഇങ്ങനെ പുറത്തേക്ക് ഫുള്ളി അപ്ഗ്രേഡഡ് ആയിട്ട് ഇങ്ങനെ വിടുന്നുണ്ട്. ഒന്നരാടെ ഇടവിട്ടിട്ട് അസ്വിൻ്റെ ഏതെങ്കിലും ഒരു ബീറ്റിലുള്ള സാധനം, അത് വെറുതെ ഒരു ട്രാക്കല്ല, ഇറ്റ്സ് ഗണ ബി എ ഫ്രിക്കിംഗ് ഹിറ്റ്. കൂടുതൽ ഞാൻ ബോസ്റ്റ് ചെയ്യുന്നില്ല, ഉള്ള ഫാക്ട്സ് ആണ് പറയുന്നത്. അത് ചിലപ്പോൾ ചിലർക്ക് പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ലിൽപ്പയൻ്റെ സാധനം, ലിൽപ്പയൻ്റെ പൊന്നുംകട്ട ബീറ്റ് ബൈ അസ്വിൻ. ആൽബമായിട്ട് ചെയ്തിട്ടുള്ളത് കോസ്മിക് ജേർക്കാണ്. അഡീഷണൽ എഞ്ചിനീയറിംഗ് ഫാസിൽ AS ആൻഡ് മിക്സ്ഡ് ആൻഡ് മാസ്റ്റേർഡ് ബൈ സുശീലൻ. ആൽബം ആർട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഒരു മീസാങ്കലിലാണുള്ളത്. അതിൻ്റെ മുന്നിൽ ഒരു ചെടി കുത്തിയിട്ടുണ്ട്, ആൻഡ് ദെൻ ഒരു ദസ്പിമാല ഉണ്ട്. സോ വി നോ വാട്ട് ഈസ് ലിൽപ്പയൻ ഈസ് ഗോയിങ് ടു ടോക്ക്. സോ വി നോ വാട്ട് ഈസ് ഹി ഗോയിങ് ടു ടോക്ക്. നമുക്കപ്പോൾ പോയേക്കാം. ലെറ്റ്സ് ഗോ. That violin though. Bro. Asvine, you're too young for this. ഇന്നലെ മുറ്റത്ത് ഓടി നടന്നോനെ 4 ആളെടുത്തിട്ട് വരുന്നു. ഓക്കെ, ഫുള്ളാവട്ടെ. ഓക്കെ, സോ ഇന്നലെ മുറ്റത്ത് ഓടി നടന്നവനെ 4 ആളെടുത്തിട്ട് വരുന്നു. ഇന്നലെ ഈ മുറ്റത്ത് കൂടെ ഓടി നടന്ന ഒരു പയ്യനെ ഇപ്പം 4 ആളെടുത്തിട്ടാണ് വരുന്നത്. കൂടെ കരഞ്ഞവരും കൂടെ ചിരിച്ചവരും നെഞ്ചത്തടിച്ചിട്ട് വരുന്നു. അവന് ഇന്ന് ഈ ഭൂമിയിലില്ല, ആ പയ്യന് ഇന്ന് ഈ ഭൂമിയിലില്ല. സോ അവൻ്റെ കൂടെ കരഞ്ഞവരും അവൻ്റെ കൂടെ ഉള്ളവരൊക്കെ നെഞ്ചത്തടിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത്. സങ്കടപ്പെട്ടിട്ടാണ് അവനെ എടുത്തുകൊണ്ട് വരുന്നത്. കണ്ണ് തുറക്കടാ, കണ്ണെന്ന് തുറന്ന് നോക്കടാ, മുറ്റത്ത് വരുന്നത്. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ പുറത്ത് പന്തലിടും, കുറേ കസാല ആളുകളുണ്ടാവും. നീ ഒന്ന് കണ്ണ് തുറക്ക്, നമ്മുടെ മുറ്റത്തുനിന്ന് വിരുന്നുണ്ട്, നമ്മുടെ മുറ്റത്ത് കുറേ ആളുകളുണ്ട്, നീ ഒന്ന് കണ്ണ് തുറന്ന് നോക്ക്. ആ ഒരു അച്ഛനോ അമ്മയുടെയോ ആ ഒരു ഇമോഷനാണ് പറയുന്നത്. 6 അടി മണ്ണിലെ മണ്ണിര മക്കൾക്കും നീയല്ലേ അത്തായ വിരുന്ന്. ബ്രോ, കുറേ മനുഷ്യന്മാർ സ്വയം അവരെന്തൊക്കെയാണെന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ ഈ ഒരൊറ്റൊരു വരി മതി. 6 അടി മണ്ണിലെ മണ്ണിരകൾക്കൊക്കെ നീയല്ലേ ഇന്ന് വിരുന്ന്, അല്ല നീയല്ലേ അത്തായ വിരുന്ന്. ലൈക്ക് വാട്ട് എവർ യു ആർ, ലൈക്ക് നീ എന്താണെങ്കിലും, നീയൊക്കെ എന്ത് വലിയവനാണെങ്കിലും, നീയൊക്കെ എത്ര പണക്കാരനാണെങ്കിലും, സങ്കടപ്പെട്ടിരിക്കുന്നവനാണെങ്കിലും, ചിരിച്ചിരിക്കുന്നവർ ആണെങ്കിലും, ഇതൊക്കെ ഒരു ടെമ്പററി ആണ്. സോ എൻഡ് ഓഫ് ദ ഡേ 6 അടി മണ്ണിലേക്ക്, ആ മണ്ണിരകളൊക്കെയുള്ള തീറ്റയായിട്ട് നീ മാറും. അത് മനസ്സിലാക്കണം. എല്ലാ ബാപ്പന്മാരുടെയും ചിറകായിട്ടാണ് അവരുടെ മക്കളെ കാണുന്നത്. ആ മക്കളിലൂടെ അവർക്ക് ഉയരണം എന്നുള്ള ആ ഒരു ചിന്താഗതിയായിട്ടുള്ളത്. അവൻ പറന്ന് അപ്പൻ്റെ ചിറകും അകന്ന് പറന്നിടും. ആ ചിറക് പോലും ഇന്ന് എൻ്റെ കൂടെ ഇല്ല, ചിറക് പറന്നുപോയി, ചിറകില്ലാണ്ടായി പോയി. ലൈക്ക് ചിറകിനെ കൊഴിഞ്ഞു വീണു എന്ന് അവനക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ he didn't use that word. He said ചിറകും അകന്ന് പറന്നുള്ളൂ. ചിറക് ഉയർച്ചയിലോട്ടാ, മുകളിലോട്ടാ പോയിട്ടുണ്ട്. സോ he's in heavens.
ആൻഡ് ദെൻ മറന്ന് അപ്പൻ്റെ മകനും മറഞ്ഞിടും. അവനും ഇന്ന് ഇല്ലാണ്ടായിപ്പോയി. ആ ചിറകായിരുന്നു അപ്പൻ്റെ ചിറകായിരുന്നു ആ മകന്. സോ അവനും ഇന്ന് ഇല്ലാണ്ടായിപ്പോയി. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ റീസെൻറ്റ് ഇൻസിഡൻറ്റ്സ് ഹാപ്പൻഡ്. നമ്മുടെ കുറച്ച് റാഗിങ് കേസുകളും ഒക്കെ നടന്നില്ലേ? ഐ തിങ്ക് ഷാബാസ് ആൻഡ് മിഹിർ അവരുടെയൊക്കെ കുറച്ച് കേസസ് നടന്നില്ലേ? ആ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഈസ് നോട്ട് ക്ലിയർലി സേയിങ് അബൌട്ട് ഇറ്റ്, ബട്ട് വി ക്യാൻ ഫീൽ ദാറ്റ് ലിറിക്സ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സാധനം മൈൻഡിലേക്ക് വരും. മറക്കണമെങ്കിൽ മരിക്കണ്ടേ? സത്യമാണ്. നമുക്ക് അത്രക്കും വലിയൊരു സങ്കടം വന്നാൽ അത് നമ്മൾ മറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മരിക്കന്നെ വേണം. ഇല്ലാണ്ട് നമുക്ക് അതിന്നൊരു റിക്കവറ് ചിലപ്പോൾ ഒരു 5 മിനിറ്റിനോ 10 മിനിറ്റിനോ ചിലപ്പോൾ നമ്മളൊന്ന് സന്തോഷിച്ചിരിക്കും. പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഓർമ്മ എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇരുള് മൂടിയ വഴിയല്ലേ, ലൈക്ക് ഒരു വെളിച്ചമില്ലാത്ത വഴിയാണ്. നീ ഇല്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഇരുള് മൂടിയ വഴി ഫോർ മീ. ഞാൻ പൊരുൾ തേടിയ മീയല്ലേ, ഇതിൻ്റെയൊക്കെ അർത്ഥം തേടിയ ഒരു മീയാണ് നിൻ്റെത്. എൻ്റെ മയക്കം കളഞ്ഞ കനവല്ലേ. എൻ്റെ മയക്കം കളഞ്ഞ കനവ് എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നത്തിൽ വരെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് കിട്ടുന്നുണ്ട്. സാഡ് എവറി ടൈം ഐ എം സ്ലീപ്പിംഗ്, എവറി ടൈം ഐ എം ഈറ്റിംഗ്, എവറി ടൈം ഐ എം വാക്കിംഗ്. എപ്പോഴും നിന്നെ പറ്റിയുള്ള ഓർമ്മകളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇനി മറക്കണമെങ്കിൽ മരിക്കണ്ടേ. നിന്നെക്കുറിച്ച് മറക്കണമെങ്കിൽ ഇനി ഞാൻ മരിക്കണം. അല്ലാണ്ട് I don't think I can recover from it. Yeah. ഇരുള് മൂടിയ വഴിയല്ലേ, പൊരുൾ തേടിയ മിഴിയല്ലേ, മയക്കം കളഞ്ഞ കനവല്ലേ, ഇനി മറക്കണമെങ്കിൽ മരിക്കണ്ടേ. അനുഗ്രഹമല്ല മറവി, അനുദിനം എൻ്റെ പിറവി, ഞാൻ കാണുമോ നാളത്തെ പുലരി, എൻ്റെ മനസ്സും അടുത്ത് തളരി. അനുഗ്രഹമല്ലേ മറവി, അനുഗ്രഹമാണ് മറവി എന്ന് പറയുന്നുണ്ട്. ലൈക്ക് നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് മറക്കുന്നത് അത്ര നല്ല അനുഗ്രഹമാണ്. നമുക്ക് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറക്കാണ്ട് എപ്പോഴും അതാണ് നമ്മളെ മൈൻഡിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിനെ ആസ്വദിക്കാൻ ഒരിക്കലും പറ്റില്ല. സോ അനുഗ്രഹമല്ല മറവി, അനുദിനം എൻ്റെ പിറവി. അനുദിനം എല്ലാ ദിവസവും ഞാൻ മരിച്ചിട്ട് വീണ്ടും പിറന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നീ ഇല്ലാത്ത ആ ഒരു ഓർമ്മകളിൽ ഞാൻ ഓരോ ദിവസവും കഴിഞ്ഞു കൂട്ടുന്നത് ഇറ്റ്സ് ലൈക്ക് മരിക്കുന്നതിന് തുല്യമാണ്. ഞാൻ കാണുമ്പോൾ നാളത്തെ പുലരി, ലൈക്ക് ഐ ഡോണ്ട് നോ വെദർ ഐ ക്യാൻ സീ നാളത്തെ മോർണിംഗ്, നാളത്തെ പുലരി എനിക്ക് കാണാൻ പറ്റുന്നു. അതായത് നല്ലൊരു ദിനം എനിക്ക് കാണാം. നീ കൂടെയുള്ള ഒരു നല്ലൊരു ആ ഒരു സമയം ഇനിയും എനിക്ക് കിട്ടുമോയെന്ന് എനിക്കറിയില്ല. അനുഗ്രഹമല്ല മറവി, അനുദിനം എൻ്റെ പിറവി, ഞാൻ കാണുമോ നാളത്തെ പുലരി, എൻ്റെ മനസ്സും അടുത്ത് തളരി. അപ്പൻ്റെ പൊന്നും കെട്ടേ തോളത്ത് വന്നെടുക്കേ, ഇനിയുള്ള കുരിരുട്ടേ ഞാനെങ്ങനെ മാറ്റിടുവേ. അപ്പൻ്റെ പൊന്നും കെട്ടേ തോളത്ത് വന്നെടുക്കേ, ഇനിയുള്ള കുരിരുട്ടേ ഞാനെങ്ങനെ മാറ്റിടുവേ. ചെറുപ്രായത്തിൽ ചെറുക്കനെന്തിനി ചെറുകയറിൽ കുരുങ്ങി, ചെറിയവനല്ല ചെറുമനം അത് നടുക്കടലായി കലങ്ങി. ചെറുപ്രായത്തിൽ ചെറുക്കനെന്തിനി ചെറുകയറിൽ കുരുങ്ങി, ചെറിയവനല്ല ചെറുമനം അത് നടുക്കടലായി കലങ്ങി. അപ്പൻ്റെ പൊന്നും കെട്ടേ ഈ തോളത്ത് വന്നെടുക്കേ, ഇനിയുള്ള കുരിരുട്ടേ ഞാനെങ്ങനെ മാറ്റിടുവേ. ഈ അപ്പൻ്റെ പൊന്നും കെട്ടേ ഈ തോളത്ത് വന്നെടുക്കേ, ഇനിയുള്ള കുരിരുട്ടേ ഞാനെങ്ങനെ മാറ്റിടുവേ. ഈ അപ്പൻ്റെ പൊന്നും കെട്ടേ. ചെറുപ്രായത്തിൽ ചെറുക്കൻ എന്തിന് ചെറുകയറിൽ കുരുങ്ങി, ആ ഒരു ഭാഗം മിഹിറിൻ്റെ റെഫറൻസ് ആണ്. മിഹിർ പോലെ അങ്ങനെ പല പ്രശ്നങ്ങളും കൊണ്ട് ജീവനൊടുക്കിയ പല കുട്ടികളുടെയും പല ആളുകളുടെയും, അതായത് ഡോണ്ട് ഡൂ ദിസ് ഗൈസ്. അതായത് ഇഫ് യു ഹാവ് സങ്കടങ്ങൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയുക, നിനക്ക് വേണ്ടപ്പെട്ടവരോട് സംസാരിക്കുക,
പറയുക, തുറന്ന് പറയുക. മെൻ്റലി ഡൗൺ ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങളുടെ കൂടെ എന്നുണ്ടാവും, നിങ്ങളുടെ ചുറ്റിലും ഉണ്ട്. പലരെ നമ്മൾ കാണാണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നവരോട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുള്ളവരോട് ജസ്റ്റ് പറയുക, കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക, പറയുക. ഡോണ്ട് തിങ്ക് ലൈക്ക് എല്ലാം നിങ്ങൾ മാത്രം സഹിച്ചാൽ മതി എന്നുള്ളത് വിചാരിക്കരുത്. ദർ ആർ പീപ്പിൾ ദർ ടു സപ്പോർട്ട് യു, ദർ ആർ പീപ്പിൾ ഹു ലവ്സ് യു, ദർ ആർ പീപ്പിൾ ഹു വാണ്ട്സ് യു ഇൻ ദിസ് ലൈഫ്. അത് മനസ്സിലാക്കുക. യാ, ഡോണ്ട് ഡു ദിസ് കൈൻഡ്സ് ഓഫ് സൂയിസൈഡും പരിപാടികളൊന്നും ചെയ്യരുത്. നെവർ. സോ ഇതാണ് നമ്മുടെ റിയാക്ഷൻ ടു പൊന്നും കട്ട. അതാണ് ലിൽപ്പേൻ്റെ ട്രാക്ക് റിയാക്ട് ചെയ്താൽ ഇങ്ങനെ അവസാനം നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഒരിക്കലും ജീവനൊടുക്കുന്ന പോലത്തെ ചിന്തകൾ, ജീവനൊടുക്കുന്ന പോലത്തെ കാര്യങ്ങൾ ഒന്നും മൈൻഡിൽ വെക്കരുത്. ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ പ്രോബ്ലംസാണ് നിങ്ങളെ മുന്നിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ദിവസം, ഒരു സമയം കഴിഞ്ഞാൽ അതൊക്കെ പോകും. ഡോണ്ട് തിങ്ക് ദാറ്റ് എവറി പ്രോബ്ലം ഈസ് ദർ പെർമനൻ്റ്ലി. എല്ലാം നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ഡോണ്ട് തിങ്ക് ദാറ്റ്. നിങ്ങളുടെ ലൈഫ് ഈസ് വാല്യുബിൾ ദാൻ മോർ ദാൻ എനിത്തിങ്. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും യുവർ ലൈഫ് ഈസ് മോർ വാല്യുബിൾ ദാൻ ദാറ്റ്. നിങ്ങൾക്ക് എത്ര രൂപ കട ഉണ്ടെന്നുണ്ടെങ്കിലും യുവർ ലൈഫ് ഈസ് മോർ വാല്യുബിൾ ദാൻ ദാറ്റ്. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിലും യുവർ ലൈഫ് ഈസ് മോർ വാല്യുബിൾ ദാൻ ദാറ്റ്. അത്രേ ഉള്ളൂ. പീസ്.